ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ജിൻസി കൂടത്തിൽ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇതുവരെ എന്റെ ചാനലിലിട്ട എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും എന്റെ വീഡിയോസ് ഒക്കെ കാണണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഇല്ലേലും അതൊക്കെ കമന്റിലൂടെ പറയണേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ബോട്ടിലാട്ടിന്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇന്നത് കണ്ടാലോ? ആദ്യമായിട്ട് ഇത് നമ്മുടെ കബോർഡൊക്കെ ചെയ്തില്ലേ, ആ കബോർഡിന്റെ ബാലൻസ് വന്ന ഷീറ്റാണേ. അപ്പൊ അത് ഞാൻ അവരെ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കബോർഡ് ചെയ്യാൻ വന്നപ്പോൾ ബാലൻസ് വന്ന അപ്പൊ അത് അവരെ കൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്യിപ്പിച്ച് എടുത്ത് വെച്ചിരുന്നാണേ. അപ്പൊ അതിൽ പിസ്തയുടെ ഷെല്ല് കൊണ്ട് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇപ്പൊ ഇവിടുന്ന് കുറച്ചൊക്കെ ഇളകി പോയിട്ടുണ്ട്, സാരമില്ല, നമുക്ക് അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്റെ ആദ്യത്തെ വർക്ക്. ഇതും ഒരു കബോർഡിന്റെ പീസ് തന്നെയാണ്. അപ്പോൾ ഇതും പിസ്തയുടെ ഷെല്ല് തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ ഞണ്ടിന്റെ ഷെല്ലാണേ. അതുകൊണ്ടൊരു ബട്ടർഫ്ലൈ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണേ. ഇതും കബോർഡിന്റെ ഒരു പീസായിരുന്നു. അപ്പൊ അത് ഞാൻ തന്നെ ഓവൽ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിസ്തയുടെ ഷെല്ല് കൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ ഇളകി പോയിട്ടുണ്ട്, അതൊക്കെ നമുക്കൊന്ന് എല്ലാം ഒട്ടിച്ചൊക്കെ എടുക്കണം. ഇത് മീനിന്റെ പോലെ ചെയ്തെടുത്ത ഒരെണ്ണമാണേ. ഇത് അതുപോലെ ഒരു കോഡ്സ് എന്തോ എഴുതിയ ഒരു ഫ്രെയിം ആയിരുന്നു. അപ്പൊ അന്ന് കോഡ്സ് ഒക്കെ എന്തോ മാഞ്ഞൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിസ്തയുടെ ഷെല്ല് കൊണ്ട് തന്നെ ഒരു കിളികളെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണേ. ഇതും കബോർഡിന്റെ ഒരു പീസായിരുന്നു. അപ്പൊ ഇതിലൊരു ജസ്റ്റ് ഒന്ന് പൂക്കളൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് വെച്ചിരുന്നാണേ. കൊള്ളാമോ? ഇത് കബോർഡിന്റെ ഒരു പീസാണ്. ഇതെല്ലാം ഞണ്ടിന്റെ ഷെല്ലാണേ. അപ്പൊ അത് ഇത് കാണാനുള്ള ഒരു ഭംഗി കൊണ്ട് ഞാൻ എടുത്തൊന്ന് പെയിന്റ് ചെയ്ത് വെച്ചിരുന്നതാണേ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ബോട്ടിൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ തടിയിൽ അതുപോലെ പെയിന്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോ നമുക്കത് നോക്കിയാലോ? ഇതാണ് തടിയിൽ ചെയ്ത ഒരു പിൻട്രസ്റ്റ് വൈബുള്ള ഒരു ഇത്. അപ്പം നമ്മുടെ വീട്ടിൽ മരം മുറിക്കാൻ വന്നപ്പോൾ അവര് മുറിച്ചിട്ടിട്ട് പോയ പീസാണേ. അപ്പോൾ അത് ഞാനൊരു ദിവസം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തോണ്ട് വന്നു. അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയതാണേ. കൊള്ളാമോ? ഇതൊരു കേക്ക് ബോർഡാണേ. അപ്പോൾ മോന്റെ ബർത്ത്ഡേക്ക് മേടിച്ച കേക്കിന്റെ ബോർഡാണ്. അപ്പൊ അത് കളയണ്ടെന്ന് വിചാരിച്ച് ഞാനൊന്ന് എടുത്ത് വെച്ചിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം സ്കൂളിലേക്ക് ഒരു ബുക്ക് വാങ്ങിച്ചപ്പോൾ ആ ബുക്കിന്റെ പുറം ചട്ടയില് ഇങ്ങനൊരു പടം കണ്ടു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അപ്പൊ ഞാനത് കേക്ക് ബോർഡിൽ ഒന്ന് ചെയ്ത് നോക്കിയതാ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടുത്തായിട്ട് കേടായ 2 ക്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ക്ലോക്കെ ഞാൻ 2 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടാലോ? കണ്ടോ? ഇതിലാണ് ഒരു ക്ലോക്ക് ആയിരുന്നു, കേടായ ഒരു ക്ലോക്ക് ആണേ. അപ്പൊ ഇത് ഞാനൊരു പേപ്പറിൽ ഡ്രോയിങ് ചെയ്തിട്ട് അതിനകത്ത് ഗ്ലാസ് ഇളക്കിയിട്ട് ഞാൻ അതിനകത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണേ. ഇതാണ് കേടായ 2ാമത്തെ പഴയ ക്ലോക്ക്. അപ്പൊ ഇത് ഞാൻ ഗ്ലാസ്സിൽ ചെയ്തിരിക്കുകയാണ്. മറ്റേത് ഞാനൊരു പേപ്പറിൽ ചെയ്തിട്ട് ഒട്ടിക്കുമല്ലായിരുന്നോ? ഇത് ഞാൻ ഗ്ലാസ്സിൽ തന്നെ ചെയ്തൊരു വർക്കാണേ. ഇത് കേടായ ഒരു ക്ലോക്ക് ആയിരുന്നേ. ഇനി കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഗ്ലാസ് പെയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ഗ്ലാസ് പെയിന്റ്. ഒരു തത്തയുടെ പടം വരച്ചിട്ടുള്ളതാണേ. അപ്പൊ ഇവിടുത്തെ അലൂമിനിയം ഫോയിലൊക്കെ സൈഡിൽ നിന്നൊക്കെ ഇളകി വരുന്നുണ്ട് എല്ലാത്തിന്റെയും. നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് പഴയതിനേക്കാൾ കുട്ടപ്പനാക്കിയൊക്കെ വെക്കണം. അപ്പോൾ ഇതാണ് ഒരു ഗ്ലാസ് പെയിന്റ്. ഇതാണ് അടുത്തത്, ഒരു ബട്ടർഫ്ലൈ. ഇപ്പൊ ഞാൻ ഈ കാണിച്ചതിനകത്തൊക്കെ ബട്ടർഫ്ലൈയുടെ ഒക്കെ എണ്ണമൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർഫ്ലൈ ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പെയിന്റിംഗ് ഒക്കെ ഇത് ചെയ്തതേ. ഒരു പൂവിന്റെ പടം വരച്ചൊരു ഗ്ലാസ് പെയിന്റ്. ഇതടുത്തൊരു ഗ്ലാസ് പെയിന്റ്. ഇതടുത്തത്. ഇനി അടുത്തതായിട്ട് ഞാൻ വരച്ച കുറച്ച് പടങ്ങൾ കാണിക്കാമേ. നമുക്ക് നോക്കിയാലോ? ആദ്യമായിട്ട് ഇതാണേ. ഇതില് ബുദ്ധന്റെ ഒരു കോട്ട എഴുതിയിട്ടുണ്ട്. നല്ലൊരു വ്യക്തിയാകുക, പക്ഷെ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. അടുത്തത് ഇതിലും ഒരു കോട്ട എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് 1 small positive thought in the morning can change your whole day. അടുത്തത് ഇതാണേ, ഒരു മിക്കി മൗസ്. അടുത്തത് അടുത്തത് ഇതിനൊരു പ്രത്യേകതയുണ്ട്.
ഇതൊരു മരം പോലെയാ വരച്ചിരിക്കുന്നത്, പക്ഷെ കണ്ടിട്ട് ഒരു ഈഗിളിന്റെ മാതിരി ഉണ്ടല്ലേ. ഇത് പിന്നെ ഒരു സെന്റാങ്കിൾ ആർട്ട് ഞാൻ ചെയ്ത് നോക്കിയത്, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കിയില്ല. പിന്നെ ഇതൊരു ഇല്യൂഷൻ ആർട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ക്രാഫ്റ്റ് വർക്കുകൾ. അപ്പോൾ ഈ വീഡിയോയും എല്ലാവരും കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്